الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه إلى آخر الآية صدق الله مولانا الكريم. സമാദരണീയരായ അധ്യക്ഷൻ, സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ്, ദേശീയ വൈസ് പ്രസിഡന്റുമായ സയ്യിദ് ബഷീർ ജമീലി തങ്ങൾ, വേദിയിലുള്ള ആദരണീയരും ബഹുമാനീയരുമായ സമസ്ത കേന്ദ്ര മുഷാവറ അംഗങ്ങൾ, സുന്നി യുവന സംഘത്തിൻ്റെയും SKSFൻ്റെയും സമസ്തയുടെ പോഷക ഘടകങ്ങളുടെയും അഭിനന്ദരായ നേതാക്കന്മാർ, ഈ ആദർശ പ്രസ്ഥാനത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ ബന്ധുക്കളായി ഇവിടെ ഒരുമിച്ച് കൂടിയ പ്രിയ സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടൽ സ്വാലിഹാമലായി കബൂൽ ചെയ്യട്ടെ. SKSF ആദർശ സമ്മേളനത്തിലാണ് നാം സമ്മേളിച്ചിട്ടുള്ളത്. സമസ്തയെ സംബന്ധിച്ചിടത്തോളം സമസ്തയുടെ സ്ഥാപിത കാലം മുതൽക്കേ എന്നും നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളാണ് ആദർശപരമായ പ്രതിസന്ധികൾ. ഇത് രൂപീകൃതമായത് തന്നെ വിശ്വാസികളുടെ വിശ്വാസം നിലനിർത്താൻ, അഖീദ പിഴച്ചു പോകാതിരിക്കാൻ, സന്മാർഗത്തിൻ്റെ വഴിയിലൂടെ സമൂഹത്തെ വഴി നടത്താൻ മഹാന്മാരായിരിക്കുന്ന പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ അവർ നിർവഹിച്ചു പോകുന്ന ഒരു ദൗത്യമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതിൻ്റെ പോഷക ഘടകങ്ങളും ഇന്നും അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും അതിൽ നിന്നൊരു മാറ്റം നമുക്ക് സംഭവിച്ചിട്ടില്ല. അന്ന് എന്താണോ എന്തൊരു കാര്യത്തിന് വേണ്ടിയാണോ ഈ പ്രസ്ഥാനം രൂപീകൃതമായത്, ആ ഒരു ആവശ്യം ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അതിനേക്കാൾ ഉപരി വിശ്വാസ വ്യതിയാനങ്ങൾ പോലും സംഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഈ ആദർശ വ്യതിയാനത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പുതുതലമുറയെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നൊരു വസ്തുതയാണ്. വിശ്വാസം നിലനിർത്തണം, അത് നമ്മുടെ ബാധ്യതയാണ്. ഇന്നത്തെ ബാധ്യത എന്നുള്ളത് ഇന്നത്തെ പണ്ഡിതന്മാരിലാണ്. ഓരോ കാലഘട്ടത്തിലും അതിൻ്റെതായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. അതിന് പല വഴികളിലൂടെയാണ് നമ്മുടെ പ്രതിസന്ധികളൊക്കെ കടന്നു വരാറുള്ളത്. അങ്ങനെ പല വഴികളിലും നമ്മുടെ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ഈ സന്ദർഭത്തിലൊക്കെ തന്നെ നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിച്ചു നിർത്താൻ, ഈ ആദർശ പ്രസ്ഥാനത്തെ ഉറപ്പിച്ചു നിർത്താൻ അന്ന് പണ്ഡിതന്മാർ കൈക്കൊണ്ട രീതികളെ തന്നെയാണ് ഇന്നും നമ്മുടെ മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ കൊണ്ടുവരുന്നതും വളർത്തിക്കൊണ്ടിരിക്കുന്നതും. പക്ഷേ ഇന്നത്തെ പ്രത്യേകത എന്നുള്ളത്, ഏതൊരു വിഷയവും ഇന്ന് വ്യാജ പ്രസ്താവനകളായി, വ്യാജ വാർത്തകളായി, അന്യോന്യം തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളായി ധാരാളം പ്രവർത്തിക്കുന്നുണ്ട്, വളർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്. അതിനെ തടയിടലാണ് ഇന്ന് നമുക്ക് ഏറ്റവും വലിയ പ്രതിരോധമായി, പ്രയാസമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ആധുനിക സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അന്യോന്യം വിദ്വേഷവും പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്ന പലതും നമ്മളെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ യഥാർത്ഥം ഏതാണെന്ന് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലുള്ളതായിരിക്കുന്ന വ്യാജന്മാരുടെ കാലഘട്ടത്തിലാണ് നാം ഇന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സത്യം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, യഥാർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഈ അവസ്ഥയിൽ സമൂഹത്തിന് യഥാർത്ഥത്തിൻ്റെ വഴിയും സമസ്ത എന്താണോ എന്നും കൈകൊണ്ടിരിക്കുന്ന നടപടിയും തീരുമാനങ്ങളും അതൊക്കെ തന്നെ സമൂഹത്തിനെ അറിയിച്ചു കൊടുക്കാൻ ലൈവായി വരേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ഉള്ളത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്നുള്ളത് അത് തനതായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇന്നേ വളർന്നു കൊണ്ടുവന്ന ആ ഒരു ആദർശ പ്രസ്ഥാനമാണ് എന്നുള്ളത് വീണ്ടും വീണ്ടും നാം സമൂഹത്തിന് അറിയിച്ചു കൊടുക്കുകയും എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയും ബോധവൽക്കരിച്ചു കൊടുക്കേണ്ട കാലഘട്ടമാണ്. ഇന്നെല്ലാം നിസ്സാരവൽക്കരിച്ചൊരു കാലഘട്ടമാണ്. വിശ്വാസത്തിൽ പോലും ആദർശത്തിൽ പോലും എല്ലാം തന്നെ ഒരു നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ചെറുതായി കണ്ടുകൊണ്ടിരിക്കുന്നത്, എല്ലാം തന്നെ ഒരൊറ്റ കുടക്കീലായി പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ബാധ്യത എന്നുള്ളത് യഥാർത്ഥ രീതിയിലുള്ള സുന്നത്തമായത് അത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത്. ഇവിടെ പ്രശ്നം സൃഷ്ടിക്കലല്ല, അനൈക്യമുണ്ടാക്കലല്ല, വൈരുദ്ധ്യങ്ങളെ സൃഷ്ടിക്കലല്ല, മറിച്ച്
നമുക്കൊരു നിലനിന്ന നമ്മുടെ പൂർവികരായ ഷംസുലൈമാ ഉസ്താദ്, കണ്ണി ഉസ്താദ് അവர்களுള്ള മഹാന്മാരൊക്കെ തന്നെ ഏതൊരു വഴിയാണോ നമുക്ക് പകർന്നു തന്നത്, ആ ഒരു വഴിയിലൂടെ സുന്നത്യമായത്തിൻ്റെ പാത വിരിച്ചു കൊടുക്കലും അതിന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഒരു ബാധ്യതയാണ് നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകും. പക്ഷേ നാം മനസ്സിലാക്കേണ്ടത് ഈ കാണുന്ന സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെ യഥാർത്ഥമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അന്യോന്യം സ്നേഹവും സൗഹൃദവും നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള വാക്കുകളോ പ്രവൃത്തികളോ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവാതിരിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. നാം ഒരു വാക്ക് പറയുമ്പോൾ ആ പറയുന്ന കാര്യം വളരെ വ്യക്തതയോട് മനസ്സിലാക്കിയതിന് ശേഷം പറയുന്നെങ്കിൽ അത് ഹൈറാണ് എന്നെങ്കിൽ പറയാൻ വേണ്ടി ശ്രമിക്കുക. അതിൽ ഹൈറില്ല എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അവിടെ മൗനമായിരിക്കാണ് ഹബീബായ ഷഫീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. വിശ്വാസിയുടെ ഒരു ലക്ഷണം തങ്ങൾ പഠിച്ചത് മങ്കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഹൈറാണ്, നല്ലത് പറയണം എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥവും സത്യവും പറയുന്നത് നാം ആരെയും മടിക്കേണ്ടതില്ല. പക്ഷേ യഥാർത്ഥമായിരിക്കണം നാം പറയേണ്ടതും സമൂഹത്തിന് അറിയിച്ചു കൊടുക്കേണ്ടതും. അതിൽ നാം ഒരിക്കലും തന്നെ പിന്മാറാൻ പാടില്ല. അത് നമ്മുടെ ബാധ്യതയാണ്. ദീൻ പറഞ്ഞു കൊടുക്കുക, സത്യം മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ആ ബാധ്യത നിറവേറ്റാൻ സമസ്ത കേരള വിദ്യാർത്ഥി ഫെഡറേഷൻ എന്നും കൂടെ ഉണ്ടായിരിക്കണമെന്ന് കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വാലിഹാമലായി നമ്മിൽ കബൂൽ ചെയ്യട്ടെ. സത്യത്തെ മനസ്സിലാക്കാനും ആ സത്യമനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മളെല്ലാം സൗഹൃദത്തോടും ഐക്യത്തോടുകൂടി അന്യോന്യം സൗഹൃദത്തോടുകൂടി കഴിയാൻ നമ്മുടെ ഈ നാട്ടിൽ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഐക്യവും സമാധാനവും നിലനിർത്താൻ സമസ്തയുടെ പ്രവർത്തകർക്ക് സാധിക്കണം. നമ്മുടെ വാക്കുകൊണ്ട് നമ്മുടെ പ്രവർത്തികളെ കൊണ്ട് മറ്റുള്ളവർ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരമോ വാക്കുണ്ടാകാൻ പാടില്ല. പക്ഷേ അത് യഥാർത്ഥം പറയുന്നതിൽ ഒരിക്കലും മടി കാണിക്കാനും പാടില്ല. അള്ളാഹു ഇസ്സത്ത് നിലനിർത്തി തരുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ജീവിച്ചീമാനും മരിക്കുന്ന മുത്തഖീങ്ങളിൽ നാം എവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. വിശിഷ്ട സമസ്ത മലപ്പുറം ജില്ലാ മുശാവറൻ കരീം ഉസ്താദ് അവർ വളരെ യോഗശിയായിക്കൊണ്ട് അവസരയായി വീട്ടിൽ വിശ്രമിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ഒരുപാട് ആളുകളുണ്ട്. അസീസ് ദാരിമി ഉസ്താദിൻ്റെ ഒരു ഭാര്യ സുഖമില്ലാതെ ആശുപത്രിയിലാണ്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. സർവശക്തനായ റബ്ബ് തആല അദ്ദേഹം ആ മഹദിയുടെ രോഗത്തിന് പൂർണ്ണ ശിഫ അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ തന്നെ ഉസ്താദുമാർ പലരും സാദാത്യങ്ങൾ പലരും രോഗബാധിതരാണ്. രോഗങ്ങൾക്ക് പൂർണ്ണ ശിഫ നൽകി ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാനുള്ള ആഫിയത്ത് കരുത്ത് അവർക്കും നമുക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി